ആദില അനീഷുമായിട്ട് കോംബോ പിടിക്കാൻ നോക്കുന്നത്. അനീഷ് ഇതിലൊന്നും ചാടത്തില്ല. ആരാ മോൻ? കൂടുതൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്ന വേറെ നല്ല ചാടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ വരെ അനീഷിനെ ഭയങ്കര വെറുപ്പും ഭയങ്കര പുച്ഛത്തോടുകൂടി ഗെയിം കളിച്ച ഒരു വ്യക്തിയായിരുന്നു ആദില. ഇന്നലെ ആസിഫ് അലി വന്നപ്പം അനീഷിന്റെ കാര്യമൊക്കെ ഒന്ന് എടുത്തിട്ടപ്പം ആദിലയ്ക്ക് മനസ്സിലായി അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. അപ്പൊ തൊട്ട് അനീഷിന്റെ അടുത്ത് നിന്ന് ടോം ആൻഡ് ജെറി പോലെയും പിന്നെ കോംബോ പിടിക്കാനൊക്കെ നല്ല പോലെ ആദില അവിടെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നൂറയും ഷാനവാസും നല്ല കൂട്ടാണ്, അവര് നല്ല കോംബോയാണ്. അവര് കോംബോ എന്ന് പറയുമ്പോൾ അവര് നല്ല കൂട്ടാണ്. അതുപോലെ തന്നെ അനീഷുമായിട്ട് കൂടുതൽ അടുക്കുന്നു, അനീഷിനോട് ഭയങ്കര ഇതായിട്ട് ടോം ആൻഡ് ജെറി പോലെ അല്ലെങ്കിൽ ഒരു കോംബോ പിടിക്കാനായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്നലെ ആസിഫ് അലി വന്നപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ചെറിയ ചെറിയ ക്ലൂ കൊടുത്തായിരുന്നു. അപ്പൊ അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടുള്ള രീതിയിൽ നമ്മുടെ ആസിഫ് അലി അവിടെ സംസാരിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മുടെ ആദില അവിടെ പുതിയ കോംബോ പിടിക്കുന്നുണ്ട്. അനീഷുമായിട്ട് അവിടെ നിൽക്കുവാണെങ്കിൽ കൂടുതലും വോട്ടൊക്കെ കിട്ടുമല്ലോ. ആ ഒരു സെറ്റപ്പിലായിരിക്കും. പുള്ളിക്കാരിക്ക് അറിയാം പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് കുറേ ദിവസങ്ങളായിട്ട് എല്ലാം പോയിരിക്കുകയാണ്. പുള്ളിയുടെ കയ്യിൽ നിന്നെല്ലാം പോയിരിക്കുകയാണ്. അപ്പം പുറത്ത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പം ഇത്ര നാൾ ഇന്നലെ വരെ അനീഷിനെ കണ്ടുകൂടെയും ഒക്കെ ആയിട്ട് അയിത്തവും ഒക്കെ ആയിട്ടിരുന്ന ആള് എന്ന് പറഞ്ഞാൽ അനീഷ് പറയുന്നതൊന്നും കേൾക്കത്തില്ല. പിന്നെ പുള്ളിയുടെ അടുത്ത് കൂടുതൽ ഇടപെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുള്ളിയോട് കൂടുതൽ ഒരു ടോം ആൻഡ് ജെറി പോലെ, നമ്മുടെ അഖിൽമാരായ ശോഭാ വിശ്വനാഥൊക്കെ പോലെ ഒരു ചെറിയ ടോം ആൻഡ് ജെറി പോലെയും പിന്നെ പുള്ളിയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെയൊക്കെ എനിക്ക് തോന്നി ആദില. അപ്പൊ എനിക്ക് വന്ന ആദിലേക്ക് കോംബോ പിടിക്കാനുള്ള പരിപാടി. ഇതിലൊന്നും സത്യം പറഞ്ഞാൽ അനീഷ് വീഴത്തില്ല. അനീഷ് ആരാ മോനെ? അനീഷിനെ അറിയാം ഇതൊക്കെ എന്തിനാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ അനീഷ് നന്നായിട്ട് അറിയാം. ഇന്നലെ ഇവരവിടെ വന്ന് ഇരുന്നപ്പം കോംബോ പിടിക്കാനൊക്കെ നോക്കിയ സമയത്ത് ഷാനവാസ് അവിടെ ഷാനവാസിനോട് നീ പോടാ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ്. അത് ഫ്രണ്ട്ഷിപ്പ് പറയുന്നത്. പക്ഷെ ഈ അനീഷിനെ നന്നായിട്ട് അറിയാം ആദിലിന്റെ ക്യാരക്ടർ. കൂടെ നിന്നും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിട്ട് പണി തരുന്ന ഒരു വ്യക്തിയാണ് ആദില. അപ്പൊ അതുകൊണ്ട് അനീഷ് അയലൊക്കത്ത് അതിലടിപ്പിക്കുകയാണ്. ചിലപ്പോൾ നൂറായിട്ട് ചിലപ്പം കൂടുതൽ കമ്പനി മേ ബി ചിലപ്പോൾ ആകിയേക്കും. പക്ഷെ ആദിലെ ആ ഇതിലേക്ക് അടുപ്പിക്കുകയില്ല, ആ ഭാഗത്തേക്ക് അടുപ്പിക്കുകയില്ല. എന്നുവെച്ചാൽ ആദിലയുടെ ക്യാരക്ടർ മനസ്സിലാകും. കുഞ്ഞിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കുകയും ചെയ്യും, പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യും. അത് അനുമോളുടെ കേസ് കെട്ടിലായാലും ഷാനവാസിന്റെ കേസ് കെട്ടിലായാലും നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അനീഷ് ഒരിക്കലും അതിനെ അടുപ്പിക്കുകയല്ല. നൂറായിട്ട് ചിലപ്പോൾ കമ്പനി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നൂറ കുറച്ചുകൂടി ജെനുവിനാണ് ആൾക്കാരോട് സംസാരിക്കുന്നതും. പുള്ളിക്കാരി ഇഷ്ടമുള്ളവരോടൊക്കെ പുള്ളിക്കാരി ഭയങ്കര. പക്ഷെ അതിന് കാരണം പുള്ളിക്കാരുടെ ഗെയിമിലും കൂടെ ബാധിച്ചിരിക്കുകയാണ്, നൂറുടെ ഗെയിമിൽ. അപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.